PSC പരീക്ഷകളിൽ ഇംഗ്ലീഷ് പലർക്കും ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത്. ചരിത്രമൊക്കെ ഓർമ്മിച്ചിരിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഓർമ്മകൾ കൊണ്ട് മാത്രം നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഭാഗങ്ങൾ എല്ലാ ചോദ്യപരീക്ഷകളിലും വരുന്ന ഒന്നാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഈ കഴിഞ്ഞ 2024, 25, 26 പരീക്ഷകളിൽ വന്ന ഇഡിയംസ്, ഫ്രേസസ്, അതിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ ഞാൻ ചില ചിത്രങ്ങൾ അതിൽ തരും. ആ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെക്കുക. പിന്നെ അതിന്റെ സാഹചര്യം, ഇഡിയംസ് പഠിക്കുമ്പോൾ അതിന്റെ സാഹചര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ചോദിച്ചു, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രമല്ല, ഇംഗ്ലീഷ് വൊക്കാബുലറി, ഗ്രാമർ എങ്ങനെ ഓർപ്പിക്കണം, ഡെയിലി പ്രാക്ടീസ് അതും ചെയ്യുക. ഇതിലെ ഭാഗങ്ങളൊക്കെ അതിൽ വീണ്ടും നിങ്ങൾക്ക് ഗെയിമുകളായി, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ആയി 3-4 മിനിറ്റ് ഒരു ദിവസം ഇംഗ്ലീഷിന് വേണ്ടി ചെലവഴിച്ചാൽ മതി. ഇതുപോലത്തെ ക്ലാസ്സുകൾ കാണുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഇതൊരു സീരീസിന്റെ ഭാഗമാണ്. അതായത് ഈ വരാൻ പോകുന്ന VFA തുടങ്ങി 2027 LGC LDSന് വേണ്ട, LGS LDCക്ക് വേണ്ട ഹോട്ട് ടോപ്പിക്കുകൾ 2024, 25, 26 എക്സാമുകളെ ബേസ് ചെയ്തു അതിലെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിന്റെ SCRT ഫാക്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമ്മളവിടെ SCRT ഫാക്ട്സിനൊക്കെ പ്രാധാന്യമില്ല. മുൻകാല ചോദ്യ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ നിവൃത്തിയുള്ളൂ. അപ്പൊ നമുക്ക് പോകാം. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മള് കോസ്റ്റ് ആൻഡ് ആർമെന്റ്, ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ പഠിച്ചു വെക്കുകയാണ്. അമിത ചെലവുള്ള, പണച്ചെലവുള്ള, പൊന്നിന്റെ വില, പൊന്നും വില കേട്ടോന്ന് പറയാറില്ല. വല്ലാത്തൊരു വിലയെന്ന് പറയാറില്ല. അതിനെയാണ് ആംസ് ആൻഡ് ലെഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ മറന്നു പോകും, തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിത്രം തരാം. ആ ചിത്രത്തിലേക്ക് എന്താണ് അതിന്റെ അർത്ഥം, എങ്ങനെയാണ് അത് വന്നത്, എങ്ങനെയാണ് ഈ ആംസ് ആൻഡ് ലെഗ് വില പിടിക്കുള്ള എന്നത് വന്നത് എന്നാണ്. പിന്നീട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് തരും. നിങ്ങൾ ആ ലിങ്ക് കയറിയ ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. കുറഞ്ഞ നേരം അതേ ക്ലാസ് കാണുക, പിന്നീട് അതിന്റെ സമയം വരുമ്പോൾ ആ സ്പേസ് റിപ്പീറ്റേഷനിലൂടെ, നിരന്തരമായ ആവർത്തിക്കലിലൂടെ നിങ്ങൾക്കത് മെല്ലെ മെല്ലെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇപ്പൊ നോക്കൂ, കോസ്റ്റ് ആൻഡ് ആർമെന്റ് ലെഗ് എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ കയ്യും കാലും നല്ല വിലയുള്ളത്. ഇപ്പൊ ഏതോ ഒരു സാധനം മേടിക്കുമ്പോ നമുക്ക് നമ്മുടെ കൈ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അത് മേടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാല് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അതായത് നമ്മുടെ ഒരു സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം, അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഭാഗം അതിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വരുമ്പോഴാണ് കോസ്റ്റ് ആൻഡ് ആർമെന്റ് ഒരു കയ്യും കാലും വിലയായി എന്നാണ്. ക്ലിയർ ആണല്ലോ? അതായത് പൊന്നും വില. അപ്പൊ അതൊന്ന് മനസ്സിലാച്ചോളൂ, ഈ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചോളൂ. കോസ്റ്റ് ആൻഡ് ആർമെന്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി എക്സ്പെൻസീവ്. ഓക്കെ, അത് കൊടുത്തിട്ട് വേണ്ടി വന്നത് മേടിക്കാൻ. എന്നിട്ട് ഇവിടെ കൈ മുറിഞ്ഞു പോയി, കൈ കൊടുത്തിട്ട് വേണ്ടി വന്നത് മേടിക്കാൻ. കണ്ടാ കൈയാണ് ഇവിടെ മുറി. ക്ലിയർ? അതൊന്ന് മനസ്സിലേക്ക് കയറ്റി വെക്കൂ. അപ്പൊ എക്സ്ട്രീംലി എക്സ്പെൻസീവ്, വെരി കോസ്റ്റ്ലി എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ വില പിടിച്ച, അമിത വിലയുള്ള, പണച്ചെലവുള്ള, മുന്തിയ ഇനമാണ് എന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ കയറ്റി വെക്കും. അപ്പൊ കോസ്റ്റ് ആൻഡ് ആർമെന്റ് ലെഗ് എന്താണ് മീനിങ്? മറന്നു പോകണ്ട, അത് എക്സ്ട്രീംലി ഹൈ കോസ്റ്റ് എന്നാണ് അർത്ഥം. ചോദ്യം വന്നിട്ടുള്ളത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. 2026 ഫെബ്രുവരി 7 എക്സാമിൽ നടന്ന. ഇപ്പൊ ദ ഡ്രസ് ഈസ് എ മിസ്ഫിറ്റ്. ഡ്രസ് എന്തല്ല, അപ്പൊ അതാ ചോദിച്ചത്, നേരെ ചോദിച്ചു. ദ ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻ ആർമെന്റ് ലെഗ്. ആ ഡിസൈനർ ഡ്രസ് അവൾക്ക് അമിത വിലയായി, അല്ലെങ്കിൽ വലിയൊരു വിലയായി, പൊന്നും വില കൊടുക്കേണ്ടി വന്നു. കോസ്റ്റ് ആൻഡ് ആർമെന്റ് എന്താണ് മീൻസ് എന്നാണ് ചോദിച്ചത്. ഡ്രസ് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചേർന്നില്ല എന്നല്ല. ദ ഡ്രസ് കോസ് ഇഞ്ചുറി ടു ഹെർ ബോഡി, അതൊരിക്കലും അർത്ഥമാവില്ലല്ലോ. ദ ഡ്രസ് ഈസ് ബ്യൂട്ടിഫുൾ, അതാവാം. പക്ഷെ ഇവിടെ കോസ്റ്റ് ആൻഡ് ആർമെന്റ് ലെഗ് എന്ന് പറഞ്ഞാൽ ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി എന്നാണ്. ആ കോസ്റ്റ് തന്നെ കോസ്റ്റ്ലി എന്നുള്ള വാക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, ബ്ലസ്സിംഗ് ഇൻ ദ ഡിസ്ഗൈസ്. മറ്റൊന്ന് വന്നതാണ്, ഒക്കെ ഈ പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ വേഷം മാറി. ബ്ലസ്സിംഗ് ഇൻ എ ഡിസ്ഗൈസ്, അതായത് അനുഗ്രഹം വേഷം മാറി. അനുഗ്രഹം ശാപത്തിന്റെ വേഷം കിട്ടും. നമുക്ക് തോന്നുന്നത് ശാപാണെന്ന്, പക്ഷെ അത് അനുഗ്രഹമായിട്ടു. അതാ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ വേഷം മാറി വരിക. ബ്ലസ് ഇൻ ഡിസ്ഗൈസ്, അതൊന്ന് ആലോചിക്കുക. ബ്ലസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, വേഷം മാറി വരിക. അനുഗ്രഹം ശാപത്തിന്റെ വേഷം കിട്ടി. നമ്മൾ പറയാറില്ലേ ഊർവശി ശാപം ഉപകാരം, അതിനെ പറയുന്ന പേരാണ്
അപ്പൊ നോക്കൂ, ലോസിംഗ് ദാറ്റ് ജോബ്, ആ ജോബ് നഷ്ടപ്പെട്ടു, വാസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. അതെന്തായിരുന്നു? ഒരു അനുഗ്രഹമായി മാറി. ആ ജോബ് നഷ്ടപ്പെട്ടത് ഒരു മോശം കാര്യമാണ് അല്ലേ? പക്ഷെ അതൊരു ബ്ലെസ്സിംഗ് ആയി മാറി, വേഷം മാറി വന്നു. ബിക്കോസ് ഐ ഫൗണ്ട് എ മച്ച് ബെറ്റർ വൺ, ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടെത്തി. അപ്പൊ നോക്കൂ, ചോദ്യം വന്നത് എന്നാ? അത് വന്നത് 25 ജൂലൈ 2026 ലോവർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ സർജന്റ് പോസ്റ്റിലേക്ക് വന്നതാണ്. ഫോർ ജെയിംസ് ആൻഡ് ആനി ദ ആക്സിഡന്റ് വാസ് ആക്ച്വലി, ആനിക്കും ജെയിംസിനും ആക്സിഡന്റ് ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റ് നല്ലൊരു ശാപമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹമായി, ബ്ലസ്സിന്റെ ഡിസ്ഗൈസ് ആണ്. അല്ലാതെ ടൈ ദ നോട്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നാണ് അർത്ഥം. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയുക എന്നാണ് അർത്ഥം. അത് കൂടാതെ അവിടെ വന്നിട്ടുള്ളത് ലോക്കിംഗ് ദ ഹോൺസ്. ഹോൺസ് എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. ലോക്കിംഗ് ദ ഹോൺസ് എന്ന് പറഞ്ഞാൽ കൊമ്പ് കോർക്കുക എന്ന് പറഞ്ഞാൽ തല്ലുകൂടലാണ്. ആക്സിഡന്റ് അവർക്ക് ഒരു ശാപമായിരുന്നു, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഡിസ്ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഉർവശി ശാപം ഉപകാരം, ബ്ലെസ്സിംഗ് ഡിസ്ഗൈസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, ടു ടൈ ദ നോട്ട്. ടൈ ദ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് എവിടെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കല്യാണം കഴിക്കുമ്പോ അവരെന്ത് ചെയ്യും? കൈകൾ രണ്ടാളുടെയും കയ്യ് ഒരു റിബൺ കൊണ്ടോ നാട കൊണ്ടോ കെട്ടി. അതാണ് ടൈ ദ നോട്ട് എന്ന് പറയുന്നത്. ആ ടൈ ദ നോട്ട് എന്നുള്ളതിന്റെ അർത്ഥം വിവാഹം കഴിക്കുക എന്നാണ് ആ ശൈലി ഉണ്ടായത്. ടൈ ദ നോട്ട് മനസ്സിലായില്ലേ? നമ്മുടെ കാല് കെട്ടി എന്ന് പറയും കല്യാണം കഴിച്ചാൽ, കളി കെട്ടി അല്ലെ? നമ്മുടെ നാട്ടില് ഇത് കൈ കെട്ടി. ഓക്കെ, ഇപ്പൊ വേളി കഴിക്കുക, കല്യാണം കഴിക്കുക, താലി കെട്ടുക. ഇത് ഓർക്കുക, കപ്പിൾസിന്റെ ഹാൻഡ്സ് ലിറ്ററലി ബൗണ്ട് ടുഗദർ വിത്ത് കോഡ്സ് ഓർ റിബൺസ്. ആഫ്റ്റർ ഡേറ്റിംഗ് ഫോർ 5 years, 5 വർഷത്തെ പ്രണയത്തിന് ശേഷം they finally decided to tie them. ഓക്കെ, ഇനി ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാലത്ത് ഈ വേട്ടയാടാൻ പോകുന്നവർ അവർ ഈ കുറ്റിക്കാട്ടുകളിൽ ആദ്യം തല്ലും, വടികൊണ്ട് തല്ലും. എന്താ വടികൊണ്ട് തല്ല? ആ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന മാന് തുടങ്ങിയ മൃഗങ്ങൾ അല്ലെങ്കിൽ കിളികളൊക്കെ പൊട്ടിച്ചാടും. അപ്പൊ അതിനെ വെടിവെക്കുക. അപ്പൊ നേരിട്ട് മാനിനെ വെടിവെക്കാതെ അല്ലെങ്കിൽ കിളിയെ വെടിവെക്കാതെ ആദ്യം തന്നെ കുറ്റിക്കാട് എന്ത് ചെയ്യാവുന്നതല്ല. അപ്പൊ അതിന് മാനും പക്ഷികളൊക്കെ പുറത്തു ചാടുമ്പോ അനുകൂല സാഹചര്യം ഉണ്ടായി, അപ്പൊ വെടിവെക്കുക. അത് പിന്നീട് പറഞ്ഞ് നേരിട്ട് കാര്യം പറയാതെ വളഞ്ഞ് കാര്യം പറയുന്നതിനെ, അതായത് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അബദ്ധം പറ്റി, നമ്മൾ നേരിട്ടത് പറയില്ല. അതെ, ഞാൻ അവിടെ പോയപ്പോഴേ അല്ലെ, ഈ അടുത്തൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു, ഒരു ഉമ്മേനെ വിളിക്കുക, മകൻ വിളിക്കുക, സൈക്കിൾ വെച്ചാണ്, പട്ടാമ്പിക്ക് അടുത്താണ്. അപ്പൊ പട്ടാമ്പിയിൽ നിന്ന് കുറച്ച് ദൂരം ഒരു ഗ്രാമത്തിലെ കാര്യമാണ് പറയുന്നത്. അവൻ ഉമ്മേനെ വിളിച്ചിട്ട് പറയാണ്, ഉമ്മ ചോദിക്കാൻ, നീ ഇപ്പൊ എവിടെയാണ്? അതെ, ഞാൻ സൈക്കിൾ എടുത്ത് പോയില്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരു സാധനം വാങ്ങാൻ, അത് നമ്മുടെ നാട്ടിൽ കിട്ടിയില്ലാന്നു. അപ്പൊ ഞാൻ സൈക്കിൾ എടുത്തിട്ട് അടുത്ത എന്ത് ചെയ്തു, സെന്ററിൽ പോയി, കുറച്ച് ദൂരെയാണ്, അവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനേ കുറച്ചും കൂടി പോയപ്പോ സൈക്കിൾ ചീത്തയായി. അപ്പൊ നേരെ മുമ്പ് എന്ത് ചെയ്തു, പട്ടാമ്പിൽ നിന്ന് വിട്ടിട്ട് 5-6 കിലോമീറ്റർ 10-12 കിലോമീറ്റർ പോയിരിക്കും. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയാം. കാര്യം മനസ്സിലാവുണ്ടോ? ഇതിനെയാണ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് ഈ വേട്ടയാടാൻ പോയിരുന്നവർ കുറ്റിക്കാടിൽ തല്ലും. അപ്പൊ അതിന് മാനും അതുപോലെ തന്നെ പക്ഷികളൊക്കെ പുറത്തേക്ക് ആടും, അതിനെ വെടിവെച്ചിട്ട്. അപ്പൊ അതിന് വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയുക എന്നാണ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷിന് അർത്ഥം. ലോക്കിംഗ് ഹോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോൺസ് എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. കൊമ്പ് കോർക്കുക. ഈ മൃഗങ്ങളൊക്കെ കണ്ടില്ലേ, ആട്, മാന്, ഇതൊക്കെ പരസ്പരം ദേഷ്യം വന്നാൽ കൊമ്പ് കോർക്കുക. കൊമ്പ് കോർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഴക്കിടുക, തല്ലുകൂടുക എന്ന അർത്ഥമാണ് ലോക്കിംഗ് ഹോൺസ്. ഇപ്പൊ ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് മറ്റൊരു പ്രയോഗം വന്നതാണ് ഈ അടുത്ത കാലത്ത്. പക്ഷേ ആ ഓപ്ഷനില്ല, ചോദ്യത്തിലെ ഓപ്ഷനിൽ വന്നാണ് ഞാൻ പറഞ്ഞത്. ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പില് നിങ്ങൾക്കറിയാലോ, ബ്രിട്ടനിലൊക്കെ തന്നെ കുതിര മത്സരം, അതായത് കുതിരകളുടെ മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് അല്ലെ? കുതിരകളുടെ റേസ്, ഹോഴ്സ് റേസ് വലിയ പ്രധാനപ്പെട്ട മത്സരമാണ്, കുതിരപ്പന്തയം. അപ്പൊ അതിന് ചില ഹോഴ്സിന് വയ്യാതെയോ, അതായത് ചത്തതിനൊക്കും, പിന്നെ അതിനെ തല്ലി അതിനെ ഓടാൻ പറ്റുമോ? എന്നാൽ ഈ മത്സരകാരികൾ തല്ലി നോക്കും അത് ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വിഫലം. നമ്മുടെ നാട്ടിൽ പറയില്ലേ, വെള്ളത്തിൽ വരയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ വിഫലമാണ്, പോയിന്റ്ലെസ്, അർത്ഥമില്ല. വിഫലമായ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയും. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം, പോയിന്റ്ലെസ് ആണ്. നിങ്ങൾ ഈ ചിത്രം മനസ്സിലേക്ക് കയറ്റി വെക്കുക. ചിത്രം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു കുതിര സവാരിക്കിടയിൽ ഒരു ചത്ത് കിടക്കുന്ന കുതിരനെ നീപ്പിക്കാൻ വേണ്ടി ഒരാൾ തല്ലുകയാണ്. ആ തല്ലുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബീറ്റിംഗ് എ ഹോഴ്സ് നിങ്ങളുടെ മനസ്സിൽ വരും.
അതെന്താണ്? എഫർട്ട്ലെസ് അഥവാ പോയിന്റ്ലെസ് ആണ്. കൂടാതെ ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇതിന്റെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തരും. നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറും. ഓക്കെ, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയും. ഈ PSC പരീക്ഷകളിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്, സ്ഥിരത, നിരന്തരം പഠിക്കുക. അതിന് പഠനം ഒരു ഹാബിറ്റാണ്. അതിന് ഏറ്റവും നല്ല അവസരമാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ. നിങ്ങൾക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന ആക്ടിവിറ്റി. 5 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്യാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു PDF വായിച്ചു കിട്ടാം. ഏതെങ്കിലും ഒക്കെ ഒരു കാര്യമായിട്ട് ചെയ്ത് കൊടുക്കുക. ഏത് കാര്യത്തിനും അവിടെ പോയിന്റ്സ്, ആ പോയിന്റ്സ് നോക്കി നിങ്ങളുടെ പോയിന്റിങ് തന്നെ മെച്ചപ്പെടുന്നത് നിങ്ങൾ നോക്കും. അപ്പൊ എന്നും അങ്ങനെ പഠനം ശീലമാക്കുക. പഠനം ശീലമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠനത്തിന്റെ സ്പിരിറ്റിലേക്ക് പോകും. അടുത്തത് പഠിച്ചത് സ്പേസ്ഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ തരുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് വീഡിയോ ക്ലാസ് തരില്ല, പഠനത്തെ റെഗുലറൈസ് ചെയ്യുക, ക്രമീകരിക്കുക. പിന്നെ പഠിക്കേണ്ടത് മാത്രം പഠിക്കുക. അതായത് ഈ അടുത്ത കാലത്ത് എക്സാമിൽ വന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യ പേപ്പർ ഒന്നിച്ച് നമ്മൾ പല വീഡിയോ ക്ലാസ്സുകളായിട്ട് ഒന്നിച്ച് ചെയ്യുകയും ചെയ്യും, ടോപ്പിക് ബേസ് ആയി തരാം. അപ്പോ ഇതിന്റെയൊക്കെ സീരീസ് നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോ ഇവിടെ നോക്കൂ, ദ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ്, തീരുമാനം എടുത്തു കഴിഞ്ഞു. സോ ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്, ഇനി അതിനെ കുറിച്ച് തർക്കിച്ചിട്ട് ജസ്റ്റ് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് ഒരു കാര്യം. തീരുമാനം എടുത്തു കഴിഞ്ഞു. ദ ഡിസിഷൻ ഹാഡ് മെയ്ഡ്, ദ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ്, തീരുമാനം എടുത്തു കഴിഞ്ഞു. സോ ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്, ഇനി അതിനെ കുറിച്ച് തർക്കിച്ചിട്ട് ബീറ്റിംഗ് എന്താണ്? എ ഡെഡ് ഹോഴ്സ്, ചത്ത കുതിരയെ തല്ലാവുന്നതാണ്, പോയിന്റ്ലെസ് ആണ്. ഇതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. നോക്കൂ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന് 2026 ജനുവരി 17 വന്നു. നോക്കൂ, ഇവിടെ വന്നു, ഹി വാസ് ട്രൈങ് ടു കൺവിൻസ് ഹർ ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ്. നോക്കൂ, ഇതിന്റെ ഓപ്ഷൻ നോക്കൂ. ഈ ഓപ്ഷനുകളൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, അത് നമ്മൾ കണ്ടതാണ്, കണ്ടുവോ? റിപ്പീറ്റഡ് ആണ്. അപ്പൊ അവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയുക എന്നുള്ളതാണ്. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എടുക്കുക. കാരണം ഇവിടെ പോയിന്റ്ലെസ് എന്നാണ് അർത്ഥം, വിഫലം എന്നാണ് അർത്ഥം. കട്ടിംഗ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, എന്താ? വലിയൊരു കാര്യം ചുരുക്കി പറയുക. അതായത് പരത്തി പറയാതെ ചുരുക്കി പറയുന്നതിനെയാണ് കട്ടിംഗ് ദ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന, മർമ്മത്തിലടിക്കുക എന്ന് പറയും. ഒരാണി അതിന്റെ തലയെ തന്നെ അടിക്കണം, അപ്പോഴാണ് അത് തുളച്ച് കറക്റ്റ് ആയിട്ട് കയറുള്ളൂ. അതിനെയാണ് ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ്. പക്ഷെ ഇവിടെ അർത്ഥം ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് ആണ്, വിഫല ശ്രമമാണ്, ചത്ത കുതിരയെ അടിക്കുന്നതിന് തുല്യമാണ് എന്നർത്ഥം. അപ്പൊ പോയിന്റ്ലെസ്, ഫലശൂന്യമായ ശ്രമം. അപ്പൊ കട്ടിംഗ് എ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പരത്തി പറയാതെ കാര്യമാത്ര പ്രസക്തമായി ചുരുക്കി പറയുക, അതാണ് കട്ടിംഗ് എ ലോങ് സ്റ്റോറി ഷോർട്ട്. മറ്റത് ഹിറ്റിംഗ് ദ നെയിൽ ഓഫ് ദ ഹെഡ്, അടിക്കണം, അടിക്കുമ്പോ മർമ്മത്തിലടിക്കണം. മർമ്മത്തിലടിച്ചാൽ ആ കാര്യം അല്ലെ. അപ്പൊ ഹിറ്റിംഗ് ദ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് കാര്യം പറയാം, കൃത്യമായ കാര്യം പറയാം. ആ പോയിന്റ് ആയിട്ട്, അതല്ലെങ്കിൽ ആ കാര്യം കറക്റ്റ് സ്ഥലത്ത് ചെയ്യുക, അനുയോജ്യമായ രീതിയിൽ ചെയ്യുക. അതിനെയാണ് ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വെൻ യു സെഡ് ദ പ്രൊജക്ട് നീഡ്സ് മോർ ടൈം. ആ പ്രൊജക്ടിന് കുറച്ചുകൂടി സമയം വേണം, ഇല്ലാതെ ഫലപ്രദമാണ്. ഒരു മീറ്റിംഗിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കൊലീഗ് പറയും, ഈ കാര്യം പറഞ്ഞു, അതാണ് അതിന്റെ കാര്യം. ആ പറയുന്നതിനെയാണ് നമ്മൾ ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. ഇനി മിഖായൽ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വിത്ത് ഹിസ് അനാലിസിസ് ഓഫ് ദ കമ്പനീസ് ബഡ്ജറ്റ് ഇഷ്യൂ. കമ്പനിയുടെ ബഡ്ജറ്റ് ഇഷ്യൂവിനെ കുറിച്ച് പലരും പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ മിഖായലാണ് കൃത്യമായ കാര്യം പറഞ്ഞത്, ഹിറ്റിംഗ് നെയിൽ ഓൺ ദ ഹെഡ്. ഓക്കെ, അതാണ് ആണിയുടെ തലയ്ക്കടിക്കുക, മർമ്മത്തിലടിക്കുക എന്നർത്ഥം. അപ്പൊ ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കൃത്യമായി കാര്യം പറയുക, മർമ്മത്തിൽ നോക്കി കാര്യം അടിക്കുക എന്നുള്ളതിന് കണ്ടോ, ഹിറ്റിംഗ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഈ ചിത്രം മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. മറ്റത് വളഞ്ഞു പോകും, അതല്ലെങ്കിൽ വളർന്നു പോകും. ഇനി നോക്കൂ, ത്രോ ദ ടവൽ. എന്താ ത്രോ ഇൻ ദ ടവൽ? അതിന്റെ മീനിങ് നമ്മളിപ്പോ കാണാൻ പാഠം പഠിച്ചാൽ മറന്നു പോകും. പക്ഷെ നിങ്ങൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കും, ആ ശൈലി വന്നതിന്റെ. അതായത് 2 ഗുസ്തി നടക്കുന്ന സ്ഥലം, 2 പേരാണല്ലോ ഗുസ്തിക്ക് ഉണ്ടാക്കുക. അപ്പൊ ഒരാൾ പരാജയപ്പെടാനായാൽ അയാളുടെ വേർപ്പൊക്കെ തുടിക്കുന്ന തവ്വാല എവിടേക്ക് ഇടും? ആ കളത്തിലേക്ക് ഇടും. അതിട്ട് കഴിഞ്ഞാൽ ഞാൻ പരാജയം സമ്മതിച്ചു, ഫൈറ്റ് നിർത്താൻ എതിരാളിയോട് പറയും. അപ്പൊ എന്താണ് ത്രോ ഇൻ ദ ടവൽ? ടവൽ എറിഞ്ഞാൽ, കളത്തിലേക്ക് എറിഞ്ഞാൽ പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ്.
അതിൽ നിന്നാണ് ആ പ്രയോഗം ഉണ്ടായത്. പത്തി മടക്കുക, പരാജയം സമ്മതിക്കുക, തോൽവി സമ്മതിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതിനൊക്കെ ത്രോ ഇൻ ദ ടവൽ എന്നുള്ള പ്രയോഗം. അപ്പൊ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അഡ്മിറ്റിംഗ് ഡിഫീറ്റ്, തോൽവി സമ്മതിക്കുക, ആയുധം വെച്ച് കീഴടക്കുക, പത്തി മടക്കുക. നോക്കൂ, ത്രോ ഇൻ ദ ടവൽ. ഈ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചു. എന്താണ് ചിത്രം എന്ന് പറയുന്നത്? കണ്ടോ, രണ്ട് ഗുസ്തിക്കാർ തമ്മിൽ അടിക്കുന്നു, ഒരാൾ കീഴടങ്ങി എന്നുള്ളതിന് ത്രോ. മറ്റാളോട് പറയാണ് ഇനി യുദ്ധം വേണ്ട, ഞാൻ പരാജയപ്പെട്ടു. ക്ലിയർ ആണല്ലോ? അതാണ് ത്രോ ഇൻ ദ ടവൽ എന്ന് പറയുന്നത്. പത്തി മടക്കുക എന്ന് മലയാളത്തിൽ പറയും. ഇതാണ് അതിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും കൂടി കിട്ടിയാൽ നമുക്ക് ആ സംഭവം കിട്ടും. നോക്കൂ, ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SI ഓഫ് പോലീസ്, അതിന് 2 മെയ് 2026 ചോദിച്ചതാണ്. ടു ത്രോ ദ ടവൽ മീൻസ് ടു വാഷ് ക്ലോത്ത്സ് അല്ല. വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരർത്ഥം അറിയില്ലെങ്കിൽ ടു ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ക്ലീൻ ദ റൂം ഓർ ടു ബിക്കം ആംഗ്രി ഒന്നുമല്ല. ടു ഗിവ് അപ്പ് അല്ലെങ്കിൽ അഡ്മിറ്റ് ദ ഡിഫീറ്റ്, തോൽവി സമ്മതിക്കുക, പത്തി മടക്കുക എന്നൊക്കെയാണ്. ഇനി നോക്കൂ, ടു ബെൽറ്റ് എ ക്യാറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂച്ചക്കാരുമാണ് അല്ലെ? എലികൾക്ക് വലിയ ശല്യങ്ങൾ പൂച്ച. എലികളെ ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നു. അപ്പൊ ഒരു ബുദ്ധിമാനായ എലി പറഞ്ഞു, കഴുത്തിലൊരു മണി കെട്ടിയാൽ മതി, പൂച്ച വരുന്നത് ദൂരെ തന്നെ അറിയാം. പക്ഷെ ആര് കെട്ടും? ഈ മൊത്തം എലികൾക്ക് വേണ്ടിയിട്ട് ആ റിസ്ക് ആര് ഏറ്റെടുക്കും? അതാണ് ടേക്കിംഗ് റിസ്ക് ഫോർ ദ കോമൺ ഗുഡ്. പൊതു നന്മയ്ക്കായി ഒരു റിസ്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടു ബെൽ ദ ക്യാറ്റ്. പൂച്ചക്കാര് മണി കെട്ടും. പൊതു നന്മയ്ക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിസ്ക് ഏർപ്പെടുത്തുന്നു. ഓക്കെ, ഹു വിൽ ടേക്ക് ഓൺ ദ മോസ്റ്റ് ഡേഞ്ചറസ് ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ്? അതാണ് ചോദ്യം. കോമൺ ഗുഡിന് വേണ്ടിയിട്ട് ഡേഞ്ചറസ് ടാസ്ക് ആര് കമ്മിറ്റ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യമാണ് പൂച്ചക്കാര് മണി കെട്ടും എന്നുള്ളതിൽ നിന്ന് അർത്ഥം. ഈ ഒന്ന് ഓർത്തു വെച്ചുകൊണ്ടു, ഡേഞ്ചറസ് ടാസ്ക് ചെയ്യാൻ പോകുന്ന ആർക്ക്? പൂച്ച. ഇപ്പൊ വരുമ്പോ തന്നെ അറിയാം. പക്ഷെ അത് കോമൺ ഗുഡിന് വേണ്ടിയാണ്, മറ്റു എലികളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടി വേണ്ടിയിട്ടാണ്. ഇതാണ് അതിന്റെ മാറ്റം. ഇപ്പൊ നോക്കൂ, സ്പെഷ്യൽ ബ്രാഞ്ച് ആ SI ഓഫ് പോലീസിൽ രണ്ടാമത്തെ ഫ്രാസൽ എന്ത് വന്നു? ഫ്രേസ് അഥവാ ഇഡിയം വന്നു. വാട്ട് ഡസ് ദ ഇഡിയം ടു ബെൽ ദ ക്യാറ്റ് മീൻസ്? എന്താണ് അതിന്റെ അർത്ഥം? ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ്. കോമൺ ഗുഡിന് വേണ്ടി ഒരു റിസ്കി ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് നോക്കൂ, വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടേ ഉള്ളൂ, അത് ഓപ്ഷൻ ആയി തന്നതാ, പക്ഷെ അവിടെ പരീക്ഷ. അങ്ങനെ നിങ്ങൾക്ക് ഈ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ നിരന്തരം ആവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം ആയി കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസിന്റെ ഇടയ്ക്ക് വരും. ഇത് കൂടാതെ ഇംഗ്ലീഷിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില സമയങ്ങൾ എല്ലാ ദിവസവും കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് മാത്സ്, കുറച്ച് മലയാളം, കുറച്ച് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടും. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു 10-12 കൂടി കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് കയറിയാൽ മതി. എല്ലാ ദിവസവും ഡെയിലി പ്ലാനിങ്ങിനനുസരിച്ചുള്ള എക്സാം ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് ഉപയോഗപ്പെടുത്തുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ടു സേ ഡു ഓർ എക്സാക്ട്ലി റൈറ്റ് തിങ്, ടു ഐഡന്റിഫൈ ദ പ്രിസൈസ് കോസ് ഓഫ് എ പ്രോബ്ലം. അതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കൃത്യമായ ലക്ഷ്യം അച്ചട്ടായി പറയുക എന്ന്. ഇപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയാം. You hit the nail on the head when you said the project needs more time. Mikhail hit the nail on the head with his analysis on the company budget issue. നമ്മൾ പറഞ്ഞു, ഇപ്പൊ hitting the nail on the head എന്ന് പറഞ്ഞാൽ exactly right. അതേസമയം wide on the mark എന്ന് പറഞ്ഞാൽ completely wrong ആണ്. ഇതിന്റെ നേരെ തിരിച്ചർത്ഥമാണ് wide of the mark. ഇനി spot on, right on the money എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ hitting nail on the head എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. നോക്കൂ, എക്സാമിന് വന്നു പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് പോലീസ് ബറ്റാലിയൻ. നോക്കൂ, ആവർത്തിച്ച് വരികയാണ്. ദ ഇഡിയം ഹിറ്റ് ഓൺ ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ് എന്താണ്? ടു ഡു ഓർ സേ എക്സാക്ട്ലി റൈറ്റ്. അനുയോജ്യമായ കാര്യം ചെയ്യും, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യും, അല്ലെങ്കിൽ കൃത്യമായ കാര്യം പറയും, മർമ്മത്തിനടിക്കുക, അല്ലെ, മർമ്മത്തിൽ കൊള്ളിക്കുക എന്നൊക്കെ. ഓക്കെ, എ പീസ് ഓഫ് എ കേക്ക് എന്നുള്ള മറ്റൊരു പ്രയോഗം അതവിടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തരുന്നത്. എന്താ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷുകാർക്ക് കേക്ക് ഉണ്ടാക്കലാണ് ഏറ്റവും എളുപ്പമുള്ള. അതൊരു പച്ച വെള്ളം പോലെ ചെയ്യും. അങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങൾക്ക് അവർ പറയുന്നതാണ് പീസ് ഓഫ് കേക്ക്. നമുക്ക് പറയില്ലേ പച്ച വെള്ളം പോലെ? അതുപോലെ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന, അനായാസമായി ചെയ്യാൻ പറ്റാവുന്ന പണിയാണ് കേക്ക് ഉണ്ടാക്കുക. അപ്പോ എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എ ടാസ്ക് ഓർ ആക്ടിവിറ്റി ദാറ്റ് റിക്വയേഴ്സ് വെരി ലിറ്റിൽ എഫർട്ട്, അല്ലെങ്കിൽ ഇൻക്രെഡിബിളി ഈസി. അതല്ലെങ്കിൽ ഇപ്പൊ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എക്സാം അത് ഭയങ്കര എളുപ്പമായിരുന്നു.
സ്പോർട്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ജോബ്സ് ഭയങ്കര എളുപ്പമാണെന്ന്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ ഓർ ഡെയിലി ടാസ്ക്. The English exam was a piece of cake. I finished it in 1 hour. Don't worry about the driving test. It's a piece of cake. അതല്ലെങ്കിൽ as easy as ABC എന്നൊരു പ്രയോഗം, എ വാക്ക് ഇൻ ദ പാർക്ക് എന്ന പ്രയോഗമുണ്ട്, ചൈൽഡ്സ് പ്ലേ എന്നുള്ള പ്രയോഗമുണ്ട്. ഇതൊക്കെ തന്നെ ഈസി ആണ് എന്നുള്ളതാണ്. അതേസമയം എ ടഫ് നട്ട് ടു ക്രാക്ക്, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏത് എക്സാമിൽ വന്നത്? വെറുതെ ഞാൻ പറയല്ല, എക്സാമുകളെ കാണിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കെയർ ടേക്കർ എക്സാം എന്നാണ് 21 ജനുവരി 2026 LGS സോറി ഒരു ക്ലർക്ക് ലെവലിലാണ്. വാട്ട് ഡു യു മീൻ ബൈ ദ ഇഡിയം എ പീസ് ഓഫ് എ കേക്ക്? സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ പീസ് ഓഫ് എ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ അർത്ഥം. ഇനി ഇത് ആലപ്പുഴ, അതുപോലെ തന്നെ പാലക്കാട് ലോവർ ഡിവിഷൻ ക്ലർക്കിന് വന്നു. അവിടെ 7 സെപ്റ്റംബർ 2024 അല്ലെ വന്നാണ് പീസ് ഓഫ് കേക്ക്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്കറിയാം ഇപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വെരി ഈസി ടാസ്ക്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഞാൻ നേരത്തെ പറഞ്ഞു, വളഞ്ഞ് കാര്യം പറയുക, വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയുക. സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് യു റിയലി. വളഞ്ഞു തിരിഞ്ഞ് കാര്യം ഒന്നും പറയണ്ട. സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയും, വന്ന കാര്യം പറയും. അല്ലെങ്കിൽ he was beating around the bush because he didn't want to admit the loss of keys. അതിന്റെ കയ്യിൽ നിന്ന് സംഭവം കീ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ വളഞ്ഞു തിരിഞ്ഞ് പറയില്ലേ, അയ്യ ഞാൻ അങ്ങനെയല്ല, അങ്ങനെ പോകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ. അതാണ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. നേരിട്ട് കാര്യം പറയാതെ വളഞ്ഞു തിരിഞ്ഞ് കാര്യം പറയുക. ഓക്കെ, അതിനെയാണ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF, അതുപോലെ തന്നെ ഇതിന്റെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റാവുന്ന നോട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരും. എപ്പോ തരും മറന്നു പോകണ്ട. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലി ലേണിംഗ് പ്ലാനിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ വീഡിയോ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടും ഇതിന്റെ എക്സാമും ഇതിന്റെ PDF ഒക്കെ തന്നെ ലഭിക്കും. അപ്പൊ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് വളഞ്ഞ് മുക്ക് പിടിക്കുക, അതുപോലെ തന്നെ കാട് കയറി പറയുക. അപ്പൊ ബീറ്റേഴ്സ് അറ്റ് വർക്കാണ് ബീറ്റിംഗ് ദ ബുഷസ്. കണ്ടോ, ഇവിടെ അവര് ഇങ്ങനെ അടിക്കും. ഞാൻ പറഞ്ഞേ, എന്റെ ചിത്രം മനസ്സിലേക്ക് വെക്കുക. അവർ കുറ്റിക്കാട്ടിലൊക്കെ അടിക്കും. അപ്പൊ അത് പക്ഷികളും മാനുകളും മൃഗങ്ങളും ഒക്കെ രക്ഷപ്പെടും. അപ്പൊ അവരെ വെടിവെച്ച് വിടുക, നേരിട്ട് വെടിവെച്ച് വിട്ടാണ്. അപ്പൊ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കാര്യം ചെയ്യുന്നതിന് പിന്നീട് എന്തൊരു പേരും വന്നു. ആ ഇൻഡയറക്റ്റ് അപ്രോച്ചിന് വളഞ്ഞു തിരിഞ്ഞ് കാര്യം ചെയ്യുന്നതിന് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് ഒരു പേര്. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 20 ഡിസംബർ 2025 വന്നു. The idiom stands for stop avoiding the main issue and speak directly. മെയിൻ ഇഷ്യൂവിനെ കുറിച്ച് പറയാതെ ഡയറക്ട്ലി സ്പീക്ക് ചെയ്യാതെ കാര്യം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഓക്കെ, ഇനി അടുത്തത് ബ്രേക്ക് എ ലെഗ്. അത് ഇതും എന്താ വെച്ചാൽ ഇവര് ഈ തിയേറ്റർ, അവിടെ ധാരാളം തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെർഫോമിംഗ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഡാൻസ് പെർഫോം ചെയ്യും, അങ്ങനെ പലതും പെർഫോം ചെയ്യുന്ന വലിയ തിയേറ്ററുകൾ. ഈ തിയേറ്ററുകളിലേക്ക് ആളുകൾ പോകുമ്പോൾ അവർക്ക് പറയണം അതിന്റെ അടിപൊളിയാവുന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അവിടുത്തെ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലത് പറഞ്ഞാൽ ആശംസകൾ നേർന്നാൽ അവർക്ക് ഒരു സൂപ്പർസ്റ്റിഷ്യസ് ഒരു അന്ധവിശ്വാസം, അവർക്ക് മോശം എന്തോ സംഭവിക്കുന്നതായിരുന്നു പണ്ടത്തെ യുഗത്തിലെ വിശ്വാസം. അതുകൊണ്ട് മോശം കാര്യം പറയും, അപ്പൊ നല്ല കാര്യം സംഭവിക്കുന്നു. അതായത് അവര് ഈ തിയേറ്ററിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളോട്, തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേജുകൾ, അതിൽ ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ നാടകമോ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നവരോട് അടിപൊളിയാവട്ടെ, എന്റെ പരിപാടി ഗംഭീരമാകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടാത്തത് സംഭവിക്കും എന്നൊരു വിശ്വാസം പണ്ടത്തെ കാലത്തുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടാത്തത് പറയും, കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം പറയും, അപ്പൊ അവർക്ക് നല്ലത് സംഭവിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത്, എന്താ പറയുന്നത്, ബ്രേക്ക് എ ലെഗ്, എന്റെ കാല് മുറിയട്ടെ, അപ്പൊ അവർക്ക് നല്ലത് സംഭവിക്കും. അങ്ങനെയാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞ ആശംസകളാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ബ്രേക്ക്, ഐ നോ യു ആർ നെർവസ് അബൌട്ട് ദ ഡാൻസ് പെർഫോമൻസ് ബട്ട് യു വിൽ ഡു ഗ്രേറ്റ്, ബ്രേക്ക് എ ലെഗ്. എനിക്കറിയാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ, പക്ഷെ ഗംഭീരാവോടും ബ്രേക്ക് എ ലെഗ്, എന്റെ കാല് മുറിയട്ടെ. ഓ ഗോ ഔട്ട് ദർ ആൻഡ് ബ്രേക്ക് എ ലെഗ് ടുഡേ. ഇന്ന് പോ, എന്നിട്ട് നല്ല കാല് മുറിക്ക് രാഹുൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് നിനക്ക് നല്ല കാര്യം നടക്കട്ടെ എന്നാണ്. കാരണം വിപരീതമായിട്ടാണ് ആശംസിക്കുന്നതെങ്കിലും നല്ലതാണ് ആശംസിക്കുന്നത്. നോക്ക് ദം ഡെഡ് എന്ന് പറയും, ബ്ലോ ദം എവേ എന്ന് പറയും, ഫിംഗേഴ്സ് ക്ലോസ്ഡ് എന്ന് പറയും,
ഇതുപോലുള്ള ചില പ്രയോഗങ്ങളാണ്. പക്ഷെ നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ബ്രേക്ക് എന്നെങ്കിൽ ആശംസയെന്ന് എന്ന് ഓർക്കുക. തിരിച്ചപ്പോ ആശംസകൾ പറയാൻ പോകുമ്പോ ഇതാ അവിടെ എന്തുണ്ട്, ഈ നമ്മുടെ കുട്ടിച്ചാത്തനെ പോലെ, കുട്ടിച്ചാത്തനല്ല എന്താ പറയാ, ലുട്ടാപ്പിയെ പോലെ ഒരാള് നിങ്ങൾ നല്ല കാര്യം വന്നാൽ മുപ്പർക്ക് മോശം കാര്യം ചെയ്യിപ്പിക്കുന്നതാണ്. എന്നാൽ മോശം കാര്യം വന്നാൽ നല്ല കാര്യം ചെയ്യും. ഇപ്പൊ ബ്രേക്ക് കേട്ടോ, ഗുഡ് ലക്ക് അല്ല. ഗുഡ് ലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നു, അയാൾക്ക് ദോഷം വരും. ബ്രേക്ക് ലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ്. ആ ചിത്രവും അയാൾ പറയുന്നതും ആ സ്റ്റേജൊക്കെ ഒന്ന് മനസ്സിൽ കയറ്റി വെക്കൂ നിങ്ങളുടെ മനസ്സിൽ. പിന്നെ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഫൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ യുദ്ധങ്ങളിലൊക്കെ മുറിവുകൾ ഏൽക്കും. ആർക്കും മുറിവുകൾ ഏൽക്കും? പടയാളികൾക്ക് മുറിവുകൾ ഏൽക്കും. അപ്പൊ അവർക്ക് അനസ്തേഷ്യ ഒന്നും കൊടുക്കാൻ നേരിടാം. അനസ്തേഷ്യ കൊടുക്കാതെ ബോധപ്പെടുത്താതെയൊക്കെയാവും സർജറി. അപ്പൊ ഈ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ലെഡ് ബുള്ളറ്റ് വായിൽ, അപ്പൊ അത് കടിച്ചു പിടിച്ച് വേദന സഹിച്ചിരിക്കും. അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തെ കറേജ് ആയിട്ട് ഫേസ് ചെയ്യാം. ഇപ്പൊ പല്ല് പറിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പേടിയാ. എന്താ കാരണം? അയ്യോ അവിടെ പോയ വേദനയാവല്ലോ എന്ന്. പക്ഷെ വലിയൊരു പരിഹാരമാണ്. അപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കിനെ ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പേര് പറയുന്നത്. ആ പ്രയോഗത്തിൽ നിന്നാണ്, ഇംഗ്ലീഷിലെ പ്രയോഗത്തിൽ നിന്നാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. അതായത് ഇയാളെ സർജറി ചെയ്യാൻ പോവാണ്. അപ്പൊ അയാളെ വായിൽ 2 ബുള്ളറ്റ് വെച്ച് കുത്തിയിരിക്കും. അത് കടിച്ചു പിടിച്ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അനസ്തേഷ്യ കൊടുക്കാതെ അയാളുടെ ഓപ്പറേഷൻ ഇവിടെ വായിന്റെ ഇവിടെ ഒരു മുടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അവിടുന്ന് ആ ബുള്ളറ്റ് എടുക്കണം. അതിന് വായിൽ 2 ബുള്ളറ്റ് കൊടുക്കുക. ഈ ചിത്രം മനസ്സിലേക്ക് കയറ്റുക. എന്നിട്ട് ആ ബുള്ളറ്റ് ഫൈറ്റ് ചെയ്ത് ഓർക്കുക. ധൈര്യത്തോടു കൂടി ഒരു കാര്യത്തെ ഏറ്റെടുക്കുന്ന കാര്യമാണ് but to face difficult, unpleasant or painful situation. ഒരു എന്താണ് ഫേസിങ് എ ടഫ് നെഗോഷിയേഷൻ. ഒരു ടഫ് നെഗോഷിയേഷന് പോകുമ്പോൾ, അതല്ലെങ്കിൽ കൺഫ്രണ്ടിങ് എ ഫിയർ, ഒരു ഭയത്തെ, അതായത് ഒരു ഭയത്തെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ മേക്കിംഗ് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ, അവിടെയൊക്കെ നമുക്ക് ബൈറ്റ് എ ബുള്ളറ്റ് എന്ന് നമുക്ക് പറയാം. ധൈര്യത്തോടു കൂടി ആ കാര്യത്തെ അഭിമുഖീകരിക്കുക. മറ്റൊന്ന് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പാറ്റേണിന്റെ അപ്പുറത്ത് ചിന്തിക്കുക. പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമ്മളെ കോമൺ സെൻസിൽ അല്ല, ഒരു കോമൺ ആയിട്ട് കാണുന്ന പാറ്റേൺ ആണ് ഇതിനപ്പുറത്തേക്കായി. ഒരു ഉദാഹരണത്തിന് എനിക്കുണ്ടായ ഒരു അവസ്ഥ പറയും. സാധാരണയായിട്ട് നമ്മൾ വാതിൽ എന്താ ചെയ്യുക, ഇങ്ങനെ വലിച്ചടക്കി, കുറെ കാലം വലിച്ചടക്കിയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ തള്ളി തുറക്കില്ലേ, വലിച്ചടക്കലാണ് നമ്മുടെ സ്വഭാവം. ഒരു ഡോറ് കണ്ടു കഴിഞ്ഞാൽ നമ്മള് അകത്തുനിന്ന് അല്ല പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് നമ്മൾ ഇങ്ങനെയല്ലേ. അപ്പൊ ഞാനൊരു ഡോറ് എന്ത് ചെയ്യണം, തുറക്കാൻ വേണ്ടി നോക്കാം. തുറക്കുമ്പോ നമ്മൾ തള്ളിയിട്ടല്ലേ തുറക്കും. നോർമലി തള്ളിയിട്ടല്ലേ നമ്മൾ തള്ളുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ തുറക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ വലിച്ചിട്ടാണ്. എത്ര വലിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് എന്നോട് തട്ടി തോളോട് പറഞ്ഞു, അയാള് ഒരു തള്ളാണ് നൽകി. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പാറ്റേൺ എനിക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നും മാറി ചിന്തിക്കാം. അതിനെയാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത്. ചട്ടക്കൂടുകൾ പുറത്തു ചിന്തിക്കുക. എവിടുന്നാണ് ഇത് വന്നത്? പണ്ട് ഇംഗ്ലണ്ടിൽ ഇതുപോലത്തെ ചില എന്ത് തരും, ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ തരുന്ന പസിൽസ് ഉണ്ടായി. ആ പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 പോയിന്റിന്റെ പസിൽസ് ആയി. അതായത് പെൻസില് എടുക്കാതെ വരയ്ക്കും വേണം, എന്നാൽ ഒന്നും ക്രോസ് ചെയ്യാനും പാടില്ല. അപ്പൊ പലരും എന്ത് ചെയ്യും, ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ തുടങ്ങും, പിന്നെ ഇങ്ങനെ തുടങ്ങും, പിന്നെ ഈ നടുവത്തെ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കും. അപ്പൊ അത് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല. അവർ ആ ബോക്സിന്റെ നോർമൽ പാറ്റേൺ ആണ് ആലോചിക്കുന്നത്. എന്നാൽ അതിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ പലതരത്തിൽ വരയ്ക്കാം, ഇങ്ങനെ വരച്ചാൽ മതി. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. എവിടെയും തൊടാതെ എല്ലാത്തിനും വരച്ചു. ഇതിനെ ഈ ബോക്സ് എന്നുള്ളതിനെ വിട്ടിട്ട് ആ പോയിന്റിനെ എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചാലും അവിടെ എത്തും. ഇങ്ങനെ പല രീതിയിൽ മാത്രം നല്ല രീതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, എല്ലായിടത്തും എത്തി. ആ നോർമൽ സ്റ്റൈലിൽ നിന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നത് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. അപ്പോ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ആ പാറ്റേണിന് പുറത്ത് ചിന്തിക്കുക. ഓക്കെ, അതിനെയാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ LDC മലപ്പുറം ഒന്നാണ്, അവർ നോ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് ഏതാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. നോർമൽ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്ത ഉണ്ടാവും. അതാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കട്ട് കോർണേഴ്സ്, കുറുക്കുവഴി കാണുക, ചൊളിവിൽ ഒഴിഞ്ഞു മാറുക.
അതായത് നേരായ വഴി പോകാതെ പെട്ടെന്നുള്ള എളുപ്പവഴികൾ സ്വീകരിക്കുന്നതിനെയാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ യാത്രകളിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. പലപ്പോഴും നേരായ വഴി പോകാതെ എളുപ്പത്തിൽ കാര്യം ചെയ്യുന്നതിന് വേണ്ടി കട്ട് കോർണേഴ്സ് അങ്ങനെ പറയും. അപ്പൊ അതൊന്നും ആലോചിച്ചാൽ മതി. അപ്പൊ ഷോർട്ട് സൈറ്റഡ് ഡിസിഷൻസ് ആണ്. അത് ചിലപ്പോ നല്ല വഴി ആയിക്കോളന്നില്ല. അപ്പൊ കുറുക്കു വഴി കാണുക, ചുളിവിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളതിനൊക്കെയാണ് കട്ട് കോർണേഴ്സ് എന്ന് സാധാരണയായിട്ട് പറയാം. അത് ആലോചിച്ചിരിക്കുക. അപ്പോ അവിടെ ടു ബി, ഇനി അടുത്തത് ടു ബി ഇൻ ദ സെയിം ബോട്ട്, ഒരേ അവസ്ഥയിൽ, ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ പറയാറില്ലേ, അതിനെയാണ് ടു ബി ഇൻ ദ സെയിം ബോട്ട്, ഒരേ അവസ്ഥയിലുള്ള ആളുകൾ. പലപ്പോഴും എവിടെയാണ് ഡേഞ്ചറസ് ആയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരേ ആൾക്കാരെയാണ് ടു ബി ഇൻ ദ സെയിം ബോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരേ അവസ്ഥയിലായിരിക്കുക, ഒരേ വഞ്ചിയിലായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരേ അവസ്ഥയിലുള്ള ആൾക്കാരെ. അപ്പൊ ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ജോബ് ലോസ് ആണ്, ടു ബി ഇൻ ദ സെയിം ബോട്ടാണ്. അതല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ രണ്ടാൾക്ക് ഒരേ മെഡിക്കൽ കണ്ടീഷൻ ആണ്, അപ്പൊ ടു ബി ഇൻ ദ സെയിം ബോട്ട്. രണ്ടാളും ഫിനാൻഷ്യൽ സ്ട്രെസ്സിലാണ്, ടു ബി ഇൻ ദ സെയിം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ രണ്ടാൾക്കാർക്കും ഹൗസിംഗ് ക്രൈസിസ്, ടു ബി ഇൻ ദ സെയിം ബോട്ട്. രണ്ടാളുകളും പരീക്ഷയുടെ സ്ട്രെസ്സിലാണ്, ടു ബി ഇൻ ദ സെയിം ബോട്ട്. ഇവിടെ രണ്ടാളുകളും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, ടു ബി ഇൻ സെയിം ബോട്ട്. ഓക്കെ, അപ്പൊ ഒരേ അവസ്ഥയിൽ ദുരിതത്തിലായിട്ടുള്ള രണ്ടാളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടു ബി ഇൻ ദ സെയിം ബോട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ദ മീനിങ് ഓഫ് ദ ഇഡിയം കട്ട് കോർണർ ഈസ്, കട്ട് കോർണർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അത് ടു ഡു സംതിങ് ഇൻ ദ ഈസിയസ്റ്റ് വേ എന്നുള്ളതാണ് കട്ട് ദ കോർണർ എന്നുള്ള ഇഡിയത്തിന്റെ അർത്ഥം. ഇനി നോക്കൂ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇത് നമ്മുടെ നോർമലി നമുക്കറിയാലോ, ഒരു മാസം വരുന്ന രണ്ടാമത്തെ ചന്ദ്രനാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അത് അങ്ങനെ നിരന്തരം ആവർത്തിക്കുക വളരെ അപൂർവമായി നടക്കുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ മൂണിനെ നീല നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ചന്ദ്രനെ നീല നമുക്ക് കാണാറുണ്ട്, അത് നടക്കാറില്ല. അതുകൊണ്ട് വളരെ അപൂർവമായി അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യത്തെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, വെരി റയർലി എന്നാണ് അതിന്റെ അർത്ഥം. വളരെ അപൂർവമായി മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. വല്ലപ്പോഴും ഒരിക്കൽ എന്നാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അത് മനസ്സിലാ ചിത്രത്തെ നോക്കി നോക്കുക. ചോദ്യം വന്നിട്ടുള്ളത് LDC തന്നെയാണ്. അപ്പോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റയർലി, വളരെ അപൂർവമായി മാത്രം എന്നുള്ളതിനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമുക്ക് അടുത്തത് അതേ ചോദ്യം വയനാട് എറണാകുളത്തും ആവർത്തിച്ചിട്ടുണ്ട്. ദ കമ്പനി ഗിവ്സ് ബോണസ് ടു ഹിസ് എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും കമ്പനി ബോണസ് കൊടുക്കും. ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ്. മാനേജ്മെന്റ് ഉദാരമതികളല്ല. അപ്പൊ അവര് എല്ലായ്പ്പോഴും ബോണസ് കൊടുക്കും, റയർലി, അപൂർവമായി. അപ്പൊ ഇവിടെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ്. എവരി നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുന്നതാണ്. മാനേജ്മെന്റ് ജനറസ് അല്ലാത്തത് കൊണ്ട്, ഉദാരമല്ലാത്തത് കൊണ്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ റയർ ആയിട്ടേ കൊടുക്കുള്ളൂ. ടു മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. അതും അവിടെ വരാൻ പറ്റില്ല. ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ കക്ഷി പിടിക്കാതെ, പക്ഷം ചേരാതെ നിൽക്കുക എന്നാണ്, അതും അവിടെ ചെയ്യുക. അപ്പോ എവരി നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, വളരെ എളുപ്പമായിട്ട് ഓർക്കാം. എവരി നൗ ആൻഡ് ദെൻ. വി സ്റ്റിൽ മീറ്റ് ഫോർ ഡിന്നർ എവരി നൗ ആൻഡ് ദെൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇപ്പോഴും ഡിന്നറിന് കണ്ടുമുട്ടാറുണ്ട്. എവരി നൗ ആൻഡ് ദെൻ ഐ ലൈക്ക് ടു സിറ്റ് ക്വയറ്റ്ലി ആൻഡ് റീഡ് എ ബുക്ക്. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കാനും പുസ്തകം വായിക്കാനും എനിക്ക് ഇഷ്ടമാണ്. ഡേ ഇൻ ഡേ ഔട്ട്, റെഗുലർലി, ആൾവേസ് എന്നാണ് ഇതിന്റെ എല്ലാം തന്നെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ എവരി നൗ ആൻഡ് ദെൻ ഒക്കേഷണലി, വൺസ് ഇൻ എ ബ്ലൂ മൂൺ വെരി റെയർലി, രണ്ടും തമ്മിൽ ഓർമ്മിക്കുക. യെസ്, അടുത്തത് നമുക്ക് നോക്കൂ, ടു മിസ് ദ ബോട്ട്, അവസരം നഷ്ടമാകുന്നതിനെയാണ് ടു മിസ് ദ ബോട്ട്, ടു മിസ് ദ ബസ് എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടമാകുന്നതിനെയാണ് അങ്ങനെ പറയാറ്. ദ ഡിസ്കൗണ്ട് സെയിൽ എൻഡഡ് യെസ്റ്റർഡേ സോ ഐ മിസ്ഡ് ദ ബോട്ട്. ഇന്നലത്തോടു കൂടി ഡിസ്കൗണ്ട് സെയിൽ അവസാനിച്ചു, എനിക്ക് അവസരം നഷ്ടപ്പെട്ടു. ഇഫ് യു ഡോണ്ട് അപ്ലൈ ഫോർ ദ ജോബ് ടുഡേ, ഇന്ന് നീ ആ ജോബിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ മിസ് ദ ബോട്ട്, നിനക്ക് ആ അവസരം നഷ്ടപ്പെടും. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം നഷ്ടപ്പെടുക. മിസ് ദ ബസ് എന്നുള്ളതും അവസരം നഷ്ടപ്പെടുക എന്നുള്ളതിന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ദ ഷിപ്പ് ഹാസ് സെയിൽഡ്, കപ്പല് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഇതേപോലെ മിസ് ദ ബോട്ട് ആണെങ്കിലും, മിസ് ദ ബസ് ആണെങ്കിലും, ദ ഷിപ്പ് ഹാസ് സെയിൽഡ് ആണെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്, അതേസമയം യഥാർത്ഥ സമയത്ത് പ്രയോഗിക്കുക. ഇരുമ്പ് ചൂടായിരിക്കുമ്പോ അടിച്ചു പരത്തണം. സ്ട്രൈക്ക് ദ അയൺ വൈൽ ഇറ്റ് ഈസ്, സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ്.
അവസരത്തിനൊത്ത് പെരുമാറണം എന്ന് പറയുന്നത്, അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. ഓക്കെ, സ്ട്രൈക്ക് വൈ ദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കൂ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ടു മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചോളൂ. ഒരാൾ ഓടി വരികയാണ്, അപ്പറ്റും പോകും കണ്ടോ. ടു മിസ് ദ ബോട്ട് അല്ലെങ്കിൽ മിസ് ദ ബസ് കണ്ടോ, അതല്ലെങ്കിൽ ദ ഷിപ്പ് ഹാസ് സെയിൽഡ്. ഇതൊക്കെ മനസ്സിലേക്ക് ചിത്രങ്ങളായിട്ട് കയറ്റി വെക്കുക. അതേസമയം ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെക്കുക. കണ്ടോ, ഒരാള് അടിച്ച് പരത്താണ്. സീസ് ദ ഓപ്പർച്യൂണിറ്റി ഇമ്മീഡിയറ്റ്. ഇരുമ്പ് പെട്ടെന്ന് തണുക്കും, അതുകൊണ്ട് ആ സമയത്ത് തന്നെ ചൂടായിരിക്കുമ്പോ തന്നെ ഇരുമ്പ് അടിച്ച് പരത്തണം. ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, കയ്യാലപ്പുറത്തോ തേങ്ങാന്ന്, അത് അങ്ങോട്ടും വിടാം ഇങ്ങോട്ടും വിടാം. ഓക്കെ, ഏത് ഭാഗത്തേക്കാ വിടുകയെന്നറിയില്ല. ഇതുപോലെ പക്ഷം ചേരാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംഗ്ലീഷുകാര് ടു സിറ്റ് ഓൺ ദ ഫെൻസ്. ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല, അവിടെ ഉണ്ടോ അവിടെ ഇല്ല, ഈ വെലിന്റെ മുഖം. ഇതിനെയാണ് സിറ്റ് ഓൺ ദ ഫെൻസ്, കക്ഷി ചേരാതിരിക്കുക. ഇപ്പൊ നോക്കൂ, ഇവിടെ രണ്ട് ഒപ്പീനിയന്റെ ആർഗ്യുമെന്റ് 1 ഉണ്ട്, ആർഗ്യുമെന്റ് 2 ഉണ്ട്. മുമ്പ് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്, മുമ്പ് 2 വർഷം ചേരാതിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ പാത്ത് എ എടുക്കണോ പാത്ത് ബി എടുക്കണോ, 2 വർഷത്തിൽ ചേരാതിരിക്കുകയാണ്. റിമൈനിങ് അൺകമ്മിറ്റഡ്, ഒരു പക്ഷത്തും ഇല്ലാതിരിക്കുന്നതിനെയാണ് ടു സിറ്റ് ദ ഫെൻസ് എന്ന് പറയും. ഈ ഡോങ്കീസ് ഇയേഴ്സ്, ഈ കഴുതകളുടെ ചെവി കണ്ടിട്ടുണ്ടോ? വലിയ വലിപ്പമുള്ള ചെവി. കഴുതകളുടെ ചെവി എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമുള്ള ചെവി. ആ ഡോങ്കീസ് ഇയേഴ്സ് എന്നുള്ളടന്ന് ആ ഇയേഴ്സിന്റെ മുകളിൽ ഒരു വൈ കൂടി വന്നു കഴിഞ്ഞാൽ ഇയേഴ്സ് ആയി. ഇപ്പൊ ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ചെവികളാണ്. കുതിരയുടെ നോക്കൂ, ചെറിയ ചെവികളാണ്. ഡോങ്കിക്കാണെങ്കിൽ കുതിരനെക്കാട്ടിലും കാലവും ഉണ്ട്. അതിൽ നിന്നാണ് ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഇയേഴ്സ്, ദീർഘകാലം എന്നർത്ഥം. ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കുതിര അല്ലെ കഴുത, അതിന്റെ വലിയ ചെവി, അത് ഇയേഴ്സ് എന്നാണ്. അതിന്റെ മുന്നിൽ നമ്മളൊരു വഴി കൂടി ചേർത്താൽ എന്തായി മാറി? ഇയേഴ്സ് ആയി. ലോങ് ഇയേഴ്സിന് പറയുന്ന കാര്യമാണ് ഡോങ്കീസ് ഇയേഴ്സ്, ലോങ് ഇയേഴ്സ്, ലോങ് ഗ്യാപ്പ് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോ നമുക്ക് എന്ത് പറയാം? ഡോങ്കീസ് ഇയേഴ്സ് മീൻസ്, ഡോങ്കിയുടെ അർത്ഥം എന്താണ്? അത് എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇനി ബ്ലൂ ബ്ലഡ്, ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പാനിഷുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രചാരമായിരുന്നു. സ്പാനിഷിലെ വെളുത്ത ആളുകൾ അവർ പഠിച്ചൊന്നും പോവുകയാണ്. അപ്പൊ അവരുടെ കയ്യിന്റെ മുകളില് കഴുത്തിലൊക്കെ അവരുടെ നീല ഞരമ്പുകൾ ഇങ്ങനെ കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ നോബിളാണ്, വളരെ കുലീനരാണ് എന്നായിരുന്നു വിശ്വാസം. നമ്മുടെ നാട്ടിൽ കുലമഹിമ, തറവാടിത്തം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അല്ലേ? അതൊക്കെ പോയ കാലം അല്ലെ. വലിയ തറവാട്ടുകാരാണ്, വലിയ തറവാടിത്തം എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കാറുണ്ട്. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടില്ല മറ്റൊന്നും മൊഴിയിൽ എന്നടശി. അപ്പൊ അങ്ങനെ പറയുന്നതിനെയാണ് നോബിൾ ബ്ലഡ് എന്ന്, ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നോബിൾ ബ്ലഡ് എന്ന ബ്ലൂ ബ്ലഡ്. പണ്ടത്തെ കാലത്ത് അവരുടെ കയ്യിന്റെ മുകളിലൊക്കെ നീല ഞരമ്പുകൾ ഉണ്ടാവും, അവർ പഠിക്കൊന്നും പോയില്ല. അതിനെയാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ കുലീനതയ്ക്കാണ് ആ പേര് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 23 ഡിസംബർ 2025 വന്നു. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ് എന്നാണ് അതിന് അരിസ്റ്റോക്രാറ്റ്, അല്ലെ? അരിസ്റ്റോക്രാറ്റ്, നോബൽ ബ്ലഡ് എന്നൊക്കെ അർത്ഥം. ഇനി സ്പിൽ ദ ബീൻസ്. പണ്ട് ഈ ഗ്രീസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ വോട്ടിടുന്നതിന് പകരം അവര് വെള്ള പയറിട്ടാൽ ബീൻസ്, വെള്ള പയറിട്ടാൽ അത് അനുകൂലം, കറുത്ത പയറിട്ടാൽ പ്രതികൂലം. അങ്ങനെ വോട്ട് ചെയ്യണ ഒരു വെള്ളപ്പയറും കറുത്ത പയറും. ഇതിനിടയിൽ ചിലരുടെ കയ്യിൽ നിന്ന് ആ കുപ്പി തട്ടിപ്പോയാൽ ആ വോട്ടിന്റെ രഹസ്യം പോയി. എത്ര പേര് വെള്ളപ്പയറിട്ട് എത്ര പേര് കറുത്ത പയറിട്ടെന്ന് ആദ്യം തന്നെ അറിയാം, പിന്നെ അവരെ സ്വാധീനിക്കും. ഇപ്പൊ രഹസ്യം പുറത്താവുക, ഇത് രഹസ്യക്ക് വെച്ചിരിക്കുക വോട്ട് കഴിയുന്നത് വരെ. ആ ജാറിൽ നിങ്ങൾക്ക് വെള്ളപ്പയറും കറുത്ത പയറും, നിങ്ങൾ അനുകൂലമാണെങ്കിൽ വെള്ളപ്പയർ, കറുത്ത പയർ. അതാണ് സ്പിൽ ദ ബീൻസ്, വെള്ളപ്പയർ തട്ടിപ്പോവുക. അപ്പൊ അതെന്താണ്? രഹസ്യം പുറത്താവുക. ഇങ്ങനെ രഹസ്യം പുറത്താവുന്നതിന് പിന്നീട് സ്പിൽ ദ ബീൻസ് എന്ന പ്രയോഗം അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പുറത്താവുക എന്നാണ് അർത്ഥം. കണ്ടു, അവിടെ കണ്ടില്ലേ? സ്പിൽ ദ ബീൻസ്, ഗ്രീസിലുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. വി ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ടു രാഹുൽ. രാഹുലിന് ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യുകയായിരുന്നു. പക്ഷേ പ്രിയ സ്പിൽഡ് ദ ബീൻസ്. പ്രിയ ആ കാര്യം പഠിച്ചതാണ്. രാഹുലിന് സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ പോയി. രാഹുലിനോട് പറഞ്ഞ സർപ്രൈസ് ഉണ്ട് എന്നതാണ് അറിയാതെ പറഞ്ഞതാണ്. അതാണ് ആ വായും പൂത്തിരിക്കുന്നത്. സ്പിൽ ദ ബീൻസ്. ട്രസ്റ്റ് ഹിം, ഹി വിൽ നെവർ സ്പിൽ ദ ബീൻസ്. ഇനി മനഃപൂർവ്വം രഹസ്യം പുറത്താക്കുന്നതിനും സ്പിൽ ദ ബീൻസ് എന്ന് പറയും.
ആരെ വിശ്വസിക്കാൻ? ഇത് പുറത്തു പറയില്ല. അതാണ് സ്പിൽ ദ ബീൻസ്. രഹസ്യം പുറത്തു പറയാതിരിക്കുകയാണ്, അല്ല രഹസ്യം പുറത്തു പറയുന്നതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുക. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വന്നു 18 ഏപ്രിലുണ്ടായിരുന്നു. നമുക്ക് ടു റിവീൽ ദ സീക്രട്ട് എന്നുള്ളതിന് ടു സ്പിൽ ദ ബീൻസ്. എന്നാൽ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടവൽ ഇടുന്നു. ടവൽ ഇട്ടാൽ എന്താണ് അതിന്റെ അർത്ഥം? ടവൽ ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? തോൽവി സമ്മതിക്കുക എന്നതാണ്. അതുപോലെ രണ്ടാളുകൾ യുദ്ധത്തിന്, മല്ലയുദ്ധത്തിന് തയ്യാറായിരിക്കും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് തൊപ്പി ഉയർത്തിയാൽ ആ മല്ലയുദ്ധം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, തൊപ്പി താഴ്ത്തിട്ടാൽ മല്ലയുദ്ധം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പൊടുന്നനെ ഒരു കാര്യം ചെയ്യാൻ, ജഡ്ജത്തിൽ ഒരു കാര്യം ചെയ്യാൻ, അതിന് പറയുന്ന പിന്നീടുള്ള പ്രയോഗമാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അങ്ങനെ ഹാറ്റ് ഇട്ട ഉടനെ അടി തുടങ്ങും. ഹാറ്റ് പൊന്തിച്ചാൽ അപ്പോൾ തന്നെ എന്ത് നിർത്തണം? അടി നിർത്തണം. അപ്പൊ അതായിരുന്നു ആ രീതി. ആ രീതിക്ക് പറയുന്ന പ്രോഗ്രാമാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. ഓക്കെ, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. നോക്കൂ, നല്ല കാർമേഘം നിറഞ്ഞ ഒരാകാശം, കറുത്തിരണ്ട ആകാശം നമ്മൾ ഇടി പ്രതീക്ഷിക്കും. പക്ഷെ നല്ല തെളിഞ്ഞ നീരാകാശത്ത് ഒരു ഇടി പ്രതീക്ഷിക്കുമോ? അപ്പൊ ബ്ലൂ എന്ന് പറയുന്നത് തെളിഞ്ഞ നീരാകാശത്തെയാണ്. ബ്ലൂ, നീലാകാശം, തെളിഞ്ഞ നീലാകാശം. അവിടുന്ന് പെട്ടെന്ന് ഇടി വെന്നിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തിനെയാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ, നനച്ചിരിക്കാതെ ഇരുന്ന ആഘാതം. കാരണം ബ്ലൂ ആണ്, നീലാകാശമാണ്. അവിടുന്ന് ഒരിക്കലും നമ്മൾ ഒരു ഇടി പ്രതീക്ഷിക്കുന്നില്ല. ഇനി നോക്കൂ, കാൾ എ സ്പേഡ്. എ സ്പേഡ് കൈക്കോട്ടാണ്. സ്പേഡ് എന്ന് പറഞ്ഞാൽ കൈക്കോട്ടാണ്. കൈക്കോട്ടിനെ കൈക്കോട്ട് എന്ന് വിളിച്ചാൽ മതി. ചില ആൾക്കാരുണ്ട്, ഒരു കാര്യമായിരിക്കും, ആ കാര്യത്തെ വല്ലാതെ പുകഴ്ത്തി പലതും പറയും. കൈക്കോട്ടിനെ കൈക്കോട്ടൊന്നും അവിടെ ഉപകാരമുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ വിളിച്ചാൽ മതി. അതിനെ വല്ലാതെ ഗംഭീരാക്കി അതിന് ഇല്ലാത്ത കാര്യം പറയുക, പൊങ്ങച്ചം പറയണ്ട. കോളേ സ്പേഡ് സ്പേഡ് എന്ന് പറയും. ഉള്ള കാര്യം തുറന്നു പറയുന്നതിനെയാണ് കോളേ സ്പേഡ് എന്ന് പറയുന്നത്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ നോക്കൂ, അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് നിങ്ങൾ മനസ്സിലേക്ക് വെച്ചോളൂ. ഇതിന്റെ വീണ ഉടനെ എന്ത് ചെയ്യണം? ആക്ഷൻ കണ്ടോ? അപ്പൊ തന്നെ. അപ്പൊ ഷീ ഈസ് ആൾവേസ് റെഡി ടു ട്രാവൽ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അവൾ എപ്പോഴും റെഡിയാണ് യാത്ര ചെയ്യാൻ. അത് പറഞ്ഞാൽ മതി, പൊട്ടുന്നനെ ഒരു കാര്യം ചെയ്യും. നോക്കൂ, ഹീ സെറ്റ്സ് ആംഗ്രി അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കൂട്ടായത്. പൊട്ടുന്നനെ ഒരു കാര്യം നടക്കുന്നതിനെയാണ് നമ്മൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയും. ചട്ടുതീയിൽ ഒരു കാര്യം പെട്ടെന്ന് നടക്കും. ഇനി എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഞാൻ പറഞ്ഞു തെളിഞ്ഞ നീലാകാശം. നമ്മൾ ഒരിക്കലും ഇടി പ്രതീക്ഷിക്കില്ല. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആഘാതങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ ഇടി പ്രതീക്ഷിക്കും, ഇവിടെയോ നമ്മൾ ഇടി പ്രതീക്ഷിക്കില്ല. ഓ, വേർ ഡിഡ് ദാറ്റ് കം ഫ്രം? എവിടുന്നപ്പാ ഇടി വന്നത്? തെളിഞ്ഞ നീലാകാശമായിരുന്നല്ലോ. അതാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ടത് കോൾ എ സ്പേഡ്. ഒരു കൈക്കോട്ടിനെ കൈക്കോട്ട് എന്ന് വിളിക്കുക, കാര്യം തുറന്നു പറയുക, മുഖത്ത് നോക്കി ശരി പറയുക, മുഖം നോക്കി കാര്യം പറയുക എന്നത് തന്നെയാണ്. ഐ ലൈക്ക് പീറ്റർ ബിക്കോസ് ഹി ആൾവേസ് കോൾസ് എ സ്പേഡ്. ആ കാര്യം മുഖത്ത് നോക്കി പറയും, അവിടേക്ക് പീറ്ററിന് ഇഷ്ടമാണ്. ലൈക്ക് ലെറ്റ് us call a spade a spade. The project failed because of our poor planning. നമ്മുടെ പുവർ പ്ലാനിങ് കാരണമാണ് ആ പ്രൊജക്ട് ഫെയിൽ ആയത്. ഉള്ള കാര്യം പറയാം, അല്ലെങ്കിൽ കാര്യം മുഖത്തോക്കി പറയും. ഇതിനാണ് കോളേ സ്പേഡ് എന്ന് പറയുന്നത്. അപ്പോ ഇതൊന്നും ആലോചിച്ചാൽ മതി. കോളേ സ്പേഡ് കണ്ടോ? ഒരു സ്പേഡിനെ സ്പേഡ് കണ്ടോ? ഇത് കൈക്കോട്ടാണ്, വേറെ ഒന്നുമില്ല. ഇറ്റ് കുഡ് ബി അവോയ്ഡ് പ്ലെയിൻനെസ്, ഇറ്റ് ഫെയിൽ ബ്ലണ്ട്, സ്പീക്ക് ഡയറക്ട്ലി. കണ്ടോ? അതാണ് അരെ പറയണം. ഓക്കെ, ഐ ലൈക്ക് പീറ്റർ ബിക്കോസ് ഹി ആൾവേസ് കോൾ എ സ്പേഡ്. The project failed. Let us call spade a spade. The project failed because of our poor plan. ഇനി നോക്കൂ, അപ്സ് ആൻഡ് ഡൗൺസ്, കയറ്റുകൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ജീവിതത്തിൽ എപ്പോഴും അനിശ്ചിതത്വം നടന്നതാണ്. എപ്പോഴാണ് ഉയർച്ച ഉണ്ടാവുക, എപ്പോഴാണ് താഴ്ച ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അനിശ്ചിതത്വങ്ങളെയാണ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത്. അപ്സും ഡൗൺസും ജീവിതത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അപ്സ് മാത്രമോ ഡൗൺസ് മാത്രമോ അല്ല. അൺസർട്ടാനിറ്റീസ് എന്നാണ് അപ്സ് ആൻഡ് ഡൗൺസ് എന്നതിന്റെ അർത്ഥം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുണ്ട്, ഈ ഹ്യൂമൻ ബിഹേവിയറും കോൺഫ്ലിക്റ്റുമായ ഭാഗങ്ങളിൽ കൂടി പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ റൗണ്ട് അവസാനിക്കാം. ഡോഗ് ഇൻ ദ മാനേജർ പോളിസി.
ഇത്രയേ ഉള്ളൂ. പുൽത്തൊട്ടിയിലെ നായ. പുൽത്തൊട്ടിയിലെ നായ എന്താ? പുൽത്തൊട്ടിയിൽ നായ നടക്കും. പശുവിനേറ്റ് പുല്ല് തിന്നാനും സമ്മതിക്കില്ല, നായിട്ട് പുല്ലും തിന്നൂല്ല. ഇങ്ങനെ എന്താണ് എന്ന് പറയുക? തിന്നൂല്ല, തിന്നിക്കൂല്ല എന്ന് പറയാറില്ലേ? അപ്പോ അവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഇതിനെയാണ് തിന്നൂല്ല, തിന്നിക്കൂല്ല, ഇതിനെയാണ് ഡോഗ് ഇൻ ദ മാനേജർ പോളിസി എന്നൊക്കെ പറയാം. അപ്പോ എന്താ സംഭവം? Stubborn, spiteful attitude where someone keeps something they do not need just to stop anyone else from having it. മറ്റുള്ളവർ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം സ്വന്തമാക്കി വെക്കുന്ന അവസ്ഥയാണ്. അയാൾക്ക് ഉപയോഗമില്ല, എന്നാലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല. അതിനെയാണ് പറയുന്നത് ഹി വോണ്ട് യൂസ് ദ ഓൾഡ് കാർ. അവൻ ആ പഴയ കാർ ഉപയോഗിക്കില്ല. ബട്ട് ഹി വോണ്ട് ലെറ്റ് ഹിസ് ബ്രദർ ബോറോ ഇറ്റ് ചെയ്ത് ബ്രദറിന് കൊടുക്കില്ല. ലീവിംഗ് ലാൻഡ് എംപ്റ്റി ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് അതേഴ്സ് ഫാം ഓൺ ഇറ്റ് ഈസ് എ ഡോഗ് ഇൻ ദ മാനേജേഴ്സ് പോളിസി. എന്താണ്? അവന്റെ കയ്യില് സ്ഥലമുണ്ട്, അതിൽ അവരിട്ട് കൃഷി ചെയ്യൂല, മറ്റുള്ളവരെ കൃഷി ചെയ്യാൻ സമ്മതിക്കൂല. അതാണ് ഡോഗ് ഇൻ ദ മാനേജേഴ്സ് പോളിസി എന്ന് പറയുന്നത്. തിന്നൂല്ല, തിന്നിക്കൂല്ല, പുൽത്തൊട്ടിയിലെ നായ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ അത് മനസ്സിലാക്കുക. സോ ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കിന് വന്ന ചോദ്യമാണിത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജേഴ്സ് പോളിസി എന്ന് പറഞ്ഞാൽ എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയ് സംതിങ്. മറ്റുള്ളവരെ കൊണ്ട് ഒരു കാര്യം എന്ത് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ സമ്മതിപ്പിക്കാത്ത ഒരാളെയാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ അസംതൃപ്തി. അവിടെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും കഷ്ണത്തിന് വേണ്ടി തല്ലും കൂടുക. അപ്പൊ തർക്ക വിഷയം വഴക്കിന്റെ കാരണമാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി തല്ലുകൂടുന്ന കുറച്ച് പട്ടികളെ നിങ്ങൾ മനസ്സിൽ ചിത്രമായിട്ട് കണ്ടാൽ, ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി തല്ലുകൂടുന്ന കുറച്ച് പട്ടികളെ നിങ്ങൾ മനസ്സിൽ കണ്ടെത്തുക. ബോൺ ഓഫ് കണ്ടൻഷൻ. ഇപ്പൊ ബോൺ ഓഫ് കണ്ടൻഷൻ എന്തായിരിക്കാം? ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയുടെ മുകളിലായിരിക്കാം. അതല്ലെങ്കിൽ തർക്ക വിഷയം എന്തായിരിക്കാം? ബോൺ ഓഫ് കണ്ടൻഷൻ. പണ്ട് ആപ്പിളിന്റെ മുകളിലായിരുന്നു അത് പറയും ബോൺ ഓഫ് കണ്ടൻഷൻ. കണ്ടോ? ഇവിടെ ഒരേ കാര്യത്തിന് മുകളിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുകൂടുന്നതിന് ചിലപ്പോൾ എന്തായിരിക്കും? അവിടെ മറ്റേ വില്ലിന്റെ മുകളിലായിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തി സംബന്ധിച്ചായിരിക്കും ബോൺ ഓഫ് കണ്ടൻഷൻ. ഇതിനെയൊക്കെ നമുക്ക് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വിളിക്കാം. തിരുവനന്തപുരത്ത് വന്ന ചോദ്യത്തിൽ ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട്. അത് അതിർത്തി ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത സ്വത്തായിരിക്കാം, എന്തുമായിരിക്കാം. ദ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വലിയ എന്ത് നടത്തും? അവര് വലിയ പ്രകടനം നടത്തും. ആ പ്രകടനത്തിൽ വലിയ ബാൻഡും ഒക്കെ ഉണ്ടാവും. ആണ് ബാൻഡ് വാഗൺ എന്ന് പറയും. അപ്പൊ അതിൽ കൂടുതൽ ആളുകൾ കണ്ടാൽ എനിക്കതിൽ താല്പര്യമൊന്നുമില്ല, അതിന്റെ യുക്തിയൊന്നും ആലോചിച്ചിട്ടല്ല, ഞാനും ആ കൂടുതൽ ആൾക്കാർ കണ്ടുപിടിക്കാൻ ചാടിപ്പോവുക. മുമ്പേ ഗമിക്കുന്ന ഗോപൂതന്റെ പിമ്പേ ഗമിക്കുന്ന മറുപടി. എവിടെയാണോ കൂടുതൽ ആളുള്ളത് അവിടെ പോയി നിൽക്കുക. ഇനി യുക്തിയൊന്നും ആലോചിക്കാതെ എന്ത് ചെയ്യുക? കണ്ണടച്ച് പിന്തുടരുക. അവിടെ കൂടുതൽ അപ്പൊ ജയിക്കുന്നവരുടെ ഒപ്പം പോവുക എന്നുള്ളതിനൊക്കെയാണ് എന്തെന്ന് പറയുന്ന പ്രയോഗമായി വേണ്ടി വന്നത് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയും. അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയും. അപ്പൊ ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ ആണ്. ആളുകൾ കൂടുതലുണ്ട്, അപ്പൊ ഞാനും ചേരും. ആണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ടു ജോയിൻ അതേഴ്സ് ഓൺ ഡൂയിങ് സംതിങ് പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്തുക, ജയിക്കുന്നവന്റെ ഒപ്പം ചേരുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൽ 6 ഡിസംബർ 2025 വന്ന ചോദ്യമാണ്. ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ മീൻസ് ടു ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക താല്പര്യമായിട്ട്. ഓക്കെ. ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായും നിങ്ങൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ നിങ്ങളുടെ പഠനത്തെ അത് മാറ്റി. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 8075963937. ഞാൻ നിങ്ങളോട് പറയുന്നത് ഡോണ്ട് മിസ് ദ ബോട്ട് മിസ് ആവണ്ട. നോട്ടിഫിക്കേഷന് മുമ്പേ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്ത ക്ലാസ്.